അധിനിവേശം, വ്യവസായ വിപ്ലവം, ദേശീയത, വിജ്ഞാന വിസ്ഫോടനം. ഡോക്ടർ MGS നാരായണൻ. പുസ്തകം 500 വർഷത്തെ കേരളം, ചില അറിവ് അടയാളങ്ങൾ. ദേശീയത യൂറോപ്പിൽ. ദേശീയത ഒരു വൈകാരിക ബോധമാണ്. അതുകൊണ്ടാണ് ദേശം ഒരു സാങ്കല്പിക സമൂഹമാണെന്ന് ചിലർ വാദിക്കുന്നത്. വർഗം, ജാതി, മതം എന്നിവയെപ്പോലെ തന്നെ ദേശവും ഒരു സാങ്കല്പിക സമൂഹമാണ് എന്ന് പറയാം. എങ്കിലും അവയെപ്പോലെ തന്നെ ഒരു ദേശത്തിന്റെ കാര്യത്തിലും ആ ബോധം ഒരേ സമയത്ത് അനേകം പേരിൽ ഉദിക്കുന്നത് വസ്തുനിഷ്ഠാപരമായ പല ഘടകങ്ങളെയും ആശ്രയിച്ചാണ്. ആ ഘടകങ്ങളുടെ സാന്നിധ്യവും അവയുടെ സമ്മേളനത്തിൽ ഓരോന്നിന്റെയും ഏറ്റക്കുറച്ചിലും അനുസരിച്ച് ദേശീയ വികാരത്തിന്റെ ഊക്ക് ഏറുകയോ കുറയുകയോ ചെയ്യുന്നു. ഒരിക്കൽ ശക്തിപ്പെട്ട ദേശീയ വികാരം പിന്നീട് ദുർബലമായി തീരെ അപ്രത്യക്ഷമാവുന്നതും അസംഭവ്യമല്ല. എന്നാൽ ദുർബലമായിട്ട് പോലും നശിക്കാതെ കഴിയുന്നതും ചില സന്ദർഭങ്ങളിൽ പൂർവാധികം ശക്തിയോടെ ഉയർത്തി നിൽക്കാൻ ഒരുമ്പെടുന്നതുമാണ് കൂടുതൽ സാധാരണമായിട്ടുള്ളത്. ജാതി, മത, വംശ, വർഗ, രാജ്യ, ഭാഷാവികാരങ്ങൾ ജനങ്ങളെ ചിലപ്പോൾ അടുപ്പിക്കുകയും ചിലപ്പോൾ തമ്മിലടിപ്പിക്കുകയും ചെയ്യുന്ന കാഴ്ച പ്രാചീന കാലം തൊട്ട് ചരിത്രത്തിൽ ഉടനീളം കാണപ്പെടുന്നുണ്ട്. എങ്കിലും ഇവയിൽ പലതിന്റെയും ചേർച്ചയിൽ നിന്ന് സംജാതമാവുന്ന സമഗ്രമായ ദേശീയ വികാരം ആധുനിക ദശയിൽ മാത്രമേ പ്രത്യക്ഷപ്പെടുന്നുള്ളൂ. കാലക്രമത്തിൽ വർദ്ധിച്ചു വരുന്ന സഞ്ചാര സൗകര്യങ്ങളും ആശയവിനിമയ സൗകര്യങ്ങളും ഭാഷകളെയും സാഹിത്യങ്ങളെയും പുഷ്ടിപ്പെടുത്തുകയും ഒരേ വിധത്തിൽ പ്രതികരിക്കുവാൻ പ്രജകളെ പരിശീലിപ്പിക്കുകയും ചെയ്തു. പുസ്തകങ്ങൾ, വാർത്താമാധ്യമങ്ങൾ, പ്രസംഗങ്ങൾ, ഒരേ പ്രവർത്തന രീതിയും ജീവിത രീതിയുമുള്ള വിദ്യാലയങ്ങൾ, ഓഫീസുകൾ, വാണിജ്യ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കെല്ലാം ഈ ബോധത്തിന്റെ സൃഷ്ടിയിൽ പങ്കുണ്ട്. പ്രജകളെന്ന സ്ഥിതി വിട്ട് ജനങ്ങളുടെ നിർണായക രാഷ്ട്രീയ ശക്തിയായി മാറുകയും ജനാഭിപ്രായം ഭരണത്തെ കൂടുതൽ സ്വാധീനിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ മാത്രമേ ദേശീയത ഉരുത്തിരിയുന്നുള്ളൂ. അതുകൊണ്ടാണ് ആധുനിക കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ് ദേശീയത എന്ന് പറയപ്പെടുന്നത്. ഈ ദേശീയ ചിന്ത ആധുനിക ജീവിത രീതിയോടൊപ്പം ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് പശ്ചിമ യൂറോപ്പിലെ ചില രാജ്യങ്ങളിലാണ്. നവോത്ഥാനത്തോടുകൂടി അതിന്റെ പല ഘടകങ്ങളും അരങ്ങേറുന്നു. നാട്ടുഭാഷകളുടെ സാഹിത്യങ്ങളിൽ മുഖം കാണിക്കുന്നു. ഒരേ ഭാഷകൾ സംസാരിക്കുന്ന പ്രദേശങ്ങൾ ഒരേ ഭരണത്തിലാക്കാൻ ജനങ്ങൾ മോഹിക്കുന്നു. അച്ചടിയും അതിന്റെ കൂടെ ക്രിസ്തീയ മത നവീകരണ പ്രസ്ഥാനവും ഉടലെടുത്തതോടെ ദേശീയ മതസ്ഥാപനങ്ങൾ അവതരിക്കുന്നു. ഇംഗ്ലണ്ടിലും ഫ്രാൻസിലും സ്പെയിനിലും നെതർലൻഡ്സിലും പോർത്തുഗലിലും സ്വിറ്റ്സർലൻഡിലും ജർമ്മനിയിലും ഇറ്റലിയിലും ഭാഷാപരവും മതപരവുമായ ഘടകങ്ങൾ ദേശീയബോധം ജ്വലിപ്പിച്ച് ദേശീയ രാഷ്ട്രീയങ്ങളുടെ ഉദയം ഒരു സാധ്യതയാക്കി തീർക്കുന്നു. ഫ്രഞ്ച് വിപ്ലവത്തോടെ പശ്ചിമ യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരം കൊടുമ്പിരിക്കൊണ്ടപ്പോൾ ക്രമേണ രാജ്യാതിർത്തികളും ദേശീയ അതിർത്തികളും ഒന്നാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾക്കും ആക്കം കൂടി. പലയിടത്തും അത് വിജയിച്ചു. ഒടുവിൽ 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടിയാണ് ജർമ്മനിയും ഇറ്റലിയും ദേശീയ രാഷ്ട്രങ്ങളായി രൂപം കൊണ്ടത്. 19ാം നൂറ്റാണ്ടാകുമ്പോൾ വ്യവസായ വിപ്ലവത്തിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ ചിന്ത പ്രബലമായി. എന്നാൽ കാറൽ മാർക്സിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ചിന്തകർ അത് പിന്തിരിപ്പനാണെന്നും അതിന് ഭാവിയില്ലെന്നും പ്രചരിപ്പിച്ചു. എങ്കിലും വിപരീതമാണ് സംഭവിച്ചത്. വർഗബോധത്തിന്റെ പേരിൽ ദേശീയതയെ മറികടക്കുവാനുള്ള ശ്രമങ്ങൾ യൂറോപ്പിലെങ്ങും വിജയിച്ചില്ല. 2 ലോകമഹായുദ്ധങ്ങൾ കൂടി കടന്നു വന്നപ്പോഴേക്ക് മാർക്സിന്റെ അനുയായികളുടെയും പ്രവചനങ്ങളെയെല്ലാം അട്ടിമറിച്ചുകൊണ്ട് വ്യാവസായിക മുതലാളിത്തവും അതിന്റെ കൂടെ ദേശീയബോധവും പാശ്ചാത്യ ലോകത്തിൽ ശക്തിപ്പെട്ടുവെന്ന് മാത്രമല്ല, യൂറോപ്യൻ സാമ്രാജ്യ നുഖത്തിനടിയിൽപ്പെട്ടുപോയ ഏഷ്യൻ, ആഫ്രിക്കൻ, അമേരിക്കൻ രാജ്യങ്ങളിൽ കൂടിയും ദേശീയ രാഷ്ട്രീയം വളർന്നുവന്നു. ഈയിടെ യൂറോപ്യൻ ദേശീയ രാഷ്ട്രങ്ങളുടെ കീഴിലുള്ള യൂറോപ്യേതര കോളനികൾ നഷ്ടപ്പെടുകയും അമേരിക്കൻ ഐക്യനാടുകളുടെ ലോകാധിപത്യ മോഹങ്ങൾ ഏറെ വലുതാവുകയും ചെയ്തതോടെ തങ്ങളുടെ നേതൃത്വം പുനഃസ്ഥാപിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ യൂറോപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. ദേശീയതകളുടെ തലയ്ക്ക് മുകളിലൂടെ ഒരേ നാണയ വ്യവസ്ഥ, ഒരേ പാർലമെന്റ്, ഒരേ ഉദ്യോഗസ്ഥ വ്യൂഹം എന്നീ മുദ്രാവാക്യങ്ങളോടെ അവർ മുന്നേറുകയാണ്. എന്നാൽ അവിടെ പോലും ദേശീയ രാഷ്ട്രത്തിന്റെ പ്രഭാവമൊക്കെ അസ്തമിച്ചു കഴിഞ്ഞതായി അവകാശപ്പെട്ടുകൂടാ. പരമാധികാരം ഒരളവോളം പണയപ്പെടുത്തേണ്ടി വരുമെങ്കിലും യൂറോപ്പിൽ ദേശീയ രാഷ്ട്രങ്ങളുടെ ശാസനാധികാരം പ്രായോഗികാർത്ഥത്തിൽ ഇനിയും കുറെ കാലത്തേക്ക് കൂടി നിലനിൽക്കുമെന്നാണ് കരുതേണ്ടത്. ദേശീയത ഇന്ത്യയിലും ഏതാണ്ട് ഇതേപോലെയുള്ള പ്രക്രിയകളാണ് ചില്ലറ വ്യത്യാസങ്ങളോടെ നടക്കുന്നതെന്ന കാഴ്ചപ്പാടാണ് യൂറോപ്പിലെ ഈ ചരിത്ര പരിണാമം വർണ്ണിക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഇന്ത്യയിൽ ദേശീയതയുടെ വ്യക്തമായ പ്രകാശനമുണ്ടായത് ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ കാലഘട്ടത്തിലാണ്.
ഈ ഉപവൻകരയിൽ ഒരിക്കലും രാഷ്ട്രീയമായി ഒരുമിക്കാതെ കിടന്നിരുന്ന വിവിധ രാജ്യങ്ങളെയെല്ലാം വെട്ടിപ്പിടിച്ച് അവർ സഞ്ചാരത്തിലും സമ്പർക്കത്തിലും ആധുനിക യന്ത്രങ്ങളുടെ സഹായം തേടി. ഒരേ ഭരണവ്യവസ്ഥയും ഭരണഭാഷയും ഏർപ്പെടുത്തിയതിലൂടെ അവർ ജനങ്ങൾക്കിടയിൽ ഒരു ഇന്ത്യൻ ബോധത്തിന് അറിയാതെ തന്നെ അടിത്തറവാകുകയാണ് ചെയ്തത്. റെയിൽവേ, ടെലഗ്രാഫ് എന്നിവയുടെ ഇറക്കുമതിയിലൂടെ ഇന്ത്യൻ സമൂഹം വ്യവസായവൽക്കരണത്തിലേക്ക് ആദ്യത്തെ ചുവടുകൾ എടുത്തുവച്ചു. ബ്രിട്ടീഷ് ഭരണത്തെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും ഒരുപോലെ സ്വയം ഇന്ത്യക്കാർ എന്ന നിലയിൽ ചിന്തിക്കാൻ തുടങ്ങി. 19ാം ദശകത്തിന്റെ അവസാന ദശയിൽ സാംസ്കാരിക നവീകരണ പ്രസ്ഥാനവും സമുദായ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും ഉപവൻകരയുടെ മുക്കിലും മൂലയിലും വ്യാപിച്ചതോടെ ഭാരതീയ ദേശീയബോധം ശക്തമായി. പ്രാദേശിക ഭാഷാ സംസ്കാര ഘടകങ്ങളെ ഉപദേശീയതയെന്നും വ്യവഹരിക്കാൻ തുടങ്ങി. ബ്രിട്ടീഷ് ഭരണാധികാരം എന്ന പൊതുശത്രു നിലനിന്നിടത്തോളം കാലം ഇന്ത്യക്കാർക്കൊരു ഏകദേശീയ ബോധം സ്വാഭാവികമായ ഒരാവശ്യമാണെന്ന് മാത്രമല്ല ജീവൻ മരണ പ്രശ്നം കൂടിയായിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനവും സ്വാതന്ത്ര്യലബ്ധിയും ആയതോടെ ആ ബോധം ഒട്ടൊക്കെ ശിഥിലമായി പോയി. പക്ഷേ ഒരു വശത്ത് പാകിസ്ഥാനും മറുവശത്ത് ചൈനയും ഇന്ത്യയുടെ അതിർത്തികളിൽ അവകാശവാദവും ഭീഷണികളും സൈനിക നീക്കവും പതിവാക്കിയതോടെ ഇന്ത്യൻ ദേശീയതാബോധം ഇടയ്ക്കിടയ്ക്ക് പുനരുജ്ജീവിച്ചു വന്നു. ഭീഷണി തൽക്കാലം അടങ്ങിയാൽ ഐക്യദാർഢ്യവും അപ്രത്യക്ഷമായി. മറ്റൊരവസരം സൃഷ്ടിക്കപ്പെടുന്നതുവരെ വൻ രാഷ്ട്രങ്ങളുടെ മുഷ്ക്, അയൽരാഷ്ട്രങ്ങളുടെ മത്സരം എന്നിവയുടെ പശ്ചാത്തലത്തിൽ ഒരു ഐക്യബോധം ആവശ്യമാണെന്ന് എല്ലാവർക്കും തോന്നിയെങ്കിലും ആ തോന്നൽ ദേശീയതയുടെ ഭാഗമോ നാഗരികതയുടെ അനുബന്ധമോ എന്നൊന്നും വേർതിരിച്ചറിയാൻ നമ്മുടെ സാമൂഹ്യശാസ്ത്ര വിജ്ഞാനം വളർന്നിരുന്നില്ല. എങ്കിലും വൈവിധ്യമേറിയ പല പ്രാദേശിക ഘടകങ്ങൾ ഇന്ത്യയിലുണ്ടെന്നും ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ കൃത്രിമമായ സംസ്ഥാന വിഭജനത്തിന്റെ സ്ഥാനത്ത് കൂടുതൽ സ്വാഭാവികവും ജനങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിക്കുന്നതുമായൊരു പുനർവിഭജനം ആവശ്യമായി വരുമെന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വം ആദ്യമേ മനസ്സിലാക്കിയിരുന്നു. ഗാന്ധിജിയുടെയും മറ്റും ചിന്താഗതി അനുസരിച്ച് കോൺഗ്രസിന്റെ സംഘടനാ രൂപം ഭാഷാടിസ്ഥാനത്തിലാക്കുകയാണുണ്ടായത്. അങ്ങനെയാണ് ഐക്യ കേരളത്തിന്റെ പ്രാഗ്രൂപമായ കേരള പ്രവിശ്യ എന്ന സങ്കല്പനത്തിന്റെ ആവിർഭാവം. സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ ഈ ഐക്യബോധം നേരത്തെ കടന്നു വന്നിരുന്നെങ്കിലും രാഷ്ട്രീയ മേഖലയിൽ കോൺഗ്രസിന്റെ ദൂരക്കാഴ്ചയാണ് ഈ പുതിയ വഴിത്തിരിവുണ്ടാക്കിയത്. ഭാഷാടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ഇന്ത്യയിലെ ജനങ്ങളെ ദേശീയ പ്രസ്ഥാനത്തിൽ അണിനിരത്തിയത്. പിന്നീട് കമ്മ്യൂണിസ്റ്റുകളും അത് ഏറ്റെടുക്കുകയുണ്ടായി.